ഇന്ന് നമുക്ക് ഗ്ലൂക്കോസ് ടെസ്റ്റ് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഒരുങ്ങുവാണ് കേട്ടോ. വെറും വയറ്റിലാണല്ലോ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യുന്നത്. ഛർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താവും എന്നറിയില്ല, നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ ഒരുങ്ങട്ടെ കേട്ടോ ഞാൻ. അപ്പോൾ ഒരുക്കമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാനും ദേവേട്ടനും കൂടെ മാത്രമാണ് പോകുന്നത്. അടുത്തുള്ള ക്ലിനിക്കിലേക്ക് തന്നെയാണ് കേട്ടോ, സഞ്ജീവനി ക്ലിനിക്കിൽ. അപ്പോൾ അത്യാവശ്യം ബേബി മമ്മൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഫയലൊക്കെ എടുത്ത് ഇറങ്ങി. അങ്ങനെ നമ്മൾ സഞ്ജീവനിയിലെത്തി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അവിടെ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഗ്ലൂക്കോസ് കുടിക്കണം. ആ ഗ്ലൂക്കോസ് കുടിച്ച് കഴിഞ്ഞിട്ട് വേണം യൂറിനിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. കുടിക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ അവർ എടുക്കുകയാണ് കേട്ടോ ബ്ലഡ്. അപ്പോൾ അതിലെൻ്റെ എക്സ്പ്രഷനാണ്. അത് കഴിഞ്ഞിട്ട് ഗ്ലൂക്കോസ് കുടിച്ച് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ, ഓരോ മണിക്കൂർ ഇടവിട്ടാണ് കേട്ടോ പിന്നീട് നമുക്ക് ഈ ഷുഗർ നോക്കുന്നത്. എനിക്ക് അത്യാവശ്യം നേരത്തെ തന്നെ ഷുഗർ കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഷുഗർ കുറയും എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ബ്ലഡിൽ ഷുഗർ നോക്കിക്കഴിഞ്ഞിട്ട് ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറിൻ കൊണ്ടുവന്ന് കൊടുക്കണം കേട്ടോ. യൂറിനിൽ നമുക്ക് ഷുഗർ നോക്കണമല്ലോ. പ്രഗ്നൻസി ടൈമിൽ നോർമൽ ഷുഗർ തന്നെ എന്താ പറയുക കൂടുതലാണ്. അങ്ങനെ യൂറിനൊക്കെ എടുത്തു കഴിഞ്ഞു, അതും കൊണ്ട് കൊടുക്കുവാണ്. ശേഷം രണ്ടാമത് ഗ്ലൂക്കോസ് കുടിച്ച് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരണം. അപ്പോൾ എല്ലാ ടെസ്റ്റും കഴിഞ്ഞു ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ ആദ്യം 3 ടെസ്റ്റിലും ഷുഗർ നല്ല കൂടുതലാണ്. ഇനി നാളെ ഡോക്ടറെ അടുത്ത് പോകും, പിന്നെ എന്താകുമെന്നറിയില്ല. അപ്പോൾ നാളെ ഡോക്ടറെ അടുത്ത് ചെക്കപ്പിന് പോയിട്ട് ബാക്കിയാണ് കേട്ടോ. ഓക്കെ, ടാറ്റാ.